ഇതിലിപ്പോൾ പരിചയപ്പെടുത്തിയത് അറിയാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. പേര് ചന്ദ്രൻ. ഞാൻ പുതിയകുളത്ത് AOPCൻ്റെ കിഴക്ക് ഭാഗത്തായിരുന്നു. 1 മുതൽ 4 വരെ ഉപ്പുങ്ങൽ LP സ്കൂളിൽ പഠിച്ചു. 5ാം ക്ലാസ്സിൽ നമ്മളെ ഒന്നേരി സ്കൂളിൽ വന്ന് ചേർന്നു. എൻ്റെ 5ാം ക്ലാസ് മുതലുള്ള ഒരുപാട് സഹപാഠികൾ ഇന്നോട് വന്നിട്ട് പലർക്കും അറിയാം. 8ാം ക്ലാസ് പറയുന്ന പലർക്കും ചിലപ്പോൾ അറിയില്ല. അപ്പോൾ 10ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് 78 പിരിഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ പോലെ 10ാം ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു 8 നിലയിൽ പൊട്ടി. പിന്നെ ഞാൻ പ്രതിഭയൊക്കെ നമ്മളെ സഹായിച്ച് അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. MAS പൊന്നാനി ഡിഗ്രി ചേർന്നു. ഡിഗ്രി വലിയ മെച്ചമുണ്ടായില്ല. രാഷ്ട്രീയമൊക്കെ ഹിസ്റ്ററി കയറിയുള്ളൂ. അവിടെ നിന്ന് പോന്നു. പിന്നെ ഞാൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് പാസ്സായി. അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊന്നാനി അർബൻ ബാങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അങ്ങനെ പൊന്നാനി അർബൻ ബാങ്കിൽ ക്ലർക്കായി ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി പാസ്സായി. ഡിഗ്രി പ്രൈവറ്റായിട്ട് എഴുതി. BA ഹിസ്റ്ററിയിൽ ഡിഗ്രി എടുത്തു. ജോലിക്ക് കയറി. ജോലി ചെയ്യുമ്പോൾ തന്നെ MBA പാസ്സായി. MBA എനിക്ക് ആവശ്യമായിരുന്നു. ബാങ്കിലെ ജോലിക്കായിരുന്നു. MBA ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ MBA പാസ്സായി. ഒരു 28 വർഷം ബാങ്കിലെ ജോലിക്കാരനായി മാനേജറായി റിട്ടയർ ചെയ്തു 2020. അതിന് മുന്നേ സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്കൊരു ഫാമിലിയായി. 92 ബാങ്കിൽ കയറുന്നു. 93 തൃശ്ശൂരിൽ നിന്ന് വിവാഹം ചെയ്യുന്നു. 2 മക്കളുണ്ട്. മോൻ്റെ പേര് അക്ഷയ് മുത്താണ്. മോളുടെ പേര് അഞ്ജന. മോൻ ബോംബെ IITയിൽ PhD ചെയ്യുന്നു. പിന്നെ മോള് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞു. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്യൂട്ടി മാനേജറായി ജോലി ചെയ്തു. ഞാൻ റിട്ടയർഡായി. ഭാര്യനെ സഹായിച്ച് വീട്ടിൽ വിശ്വസ്തമായി ജീവിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് പറയാം. താങ്ക് യു. ഇപ്പോൾ എൻ്റെ ആപ്പിയ ഞങ്ങളുടെ വീട് 2 കുട്ടികൾ എൻ്റെ ഹസ്ബൻഡ് മാത്രമുള്ളപ്പോൾ വരും. ഇനി ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും പ്രവർത്തകർക്ക് അറിയുന്നു. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട് താമസിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് മകനെ ശേഷം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ വർക്ക് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പോലെ പെൻഷനാവുന്ന ആ രൂപത്തിൽ വർച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരാണിന് പെണ്ണും. പെണ്ണ് മൂത്തതാണ്. അവളെ കല്യാണം കഴിഞ്ഞു. അവളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മകൻ അവരെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ അവരിപ്പോൾ UK-ലാണ് സുഖമായിട്ട് കൊടുക്കുന്നത്. ഞാനും പലരും പറഞ്ഞ മാതിരി ഞാനും കെട്ടു ഏൽപ്പിച്ചാലേക്കുണ്ട്. ഓക്കെ. ഞങ്ങളുടെ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് പോകണം. ഞാൻ അഹമ്മദ് മൊയ്തീൻ. എന്നെ അഹമ്മദ് മൊയ്തീൻ എന്ന് പറയുകയാണെങ്കിൽ മമ്മൂട്ടി എന്നാണ് അറിയപ്പെടുക. പുലിയർകുളത്താണ്. AOPCൻ്റെ അടുത്താണ്. കുന്നശാമത്തിൽ നിന്നാണ് പറയപ്പെട്ട പേര്. എനിക്ക് 3 കുട്ടികളാണ്. ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളുമാണ്. ഞാൻ നിങ്ങൾക്ക് കാര്യം പറയുന്നത് ഞാൻ നിങ്ങളെ കാട്ടിയൊക്കെ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. എൻ്റെ ഈ കൂട്ടുകാരികളുടെ മുമ്പ് എൻ്റെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ 19 വയസ്സിൽ ഞാൻ എൻ്റെ കല്യാണം കഴിച്ചു. അപ്പോൾ എനിക്ക് 9 പേരക്കുട്ടികളുണ്ട്. 9 പേരക്കുട്ടികൾ. അതൊക്കെ വളരെ സുഖമായിട്ടുള്ള ജീവിതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ 10ാം ക്ലാസ്സിൽ കുസ്തി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സും കുസ്തി കഴിഞ്ഞപ്പോൾ നേരെ പോയത് ഖത്തറിലേക്കാണ്. അത് എനിക്ക് വളരെയധികം ഗുണം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ഞാൻ കൂടുതൽ പഠിക്കാനെങ്കിൽ ചിലപ്പോൾ ഞാൻ എത്തിക്കായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ആ കുസ്തി കൊണ്ട് എനിക്ക് വളരെ നേട്ടങ്ങളുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നല്ല നിലയിലാണ്. യാതൊരു ബുദ്ധിമുട്ടില്ല. സുഖമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.
എൻ്റെ പേര് കൃഷ്ണൻ. ഇവിടെ ലേഡീസ് വിങ് നമ്മളുടെ കോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് വേറെ ഡിവിഷൻ ആൺകുട്ടികൾക്ക് വേറെ ഡിവിഷൻ എന്നുള്ള സൈക്കോളജി എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ 10th സ്റ്റാൻഡേർഡ് കീഴിലാണ് പഠിച്ചിട്ടുണ്ട്. അവിടെ സുന്ദരേശൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ശുഭാലയ 10th ഉണ്ടായിരുന്നു. സുന്ദരേശൻ ഡിഫറൻ്റായി വരിക 10th ആയിരുന്നു. സുന്ദരേശൻ്റെ ഒപ്പമാണ് പഠിക്കുന്നത് ഉറപ്പാണ്. അത് കഴിഞ്ഞ ശേഷം ഡിഗ്രി ശിക്ഷ മുഴുവൻ കഴിഞ്ഞു. MSc ഫറൂഖ് കോളേജ് കാലിക്കറ്റ് കഴിഞ്ഞു. B.Ed ഗവൺമെൻറ് മെയിൻ കോളേജ് കാലിക്കറ്റ് കഴിഞ്ഞു. M.Ed ഭാഗ്യ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിൽ വരുന്നു. ഇവിടെ ചന്ദ്രൻ ഐഡിയ കോളേജിൽ നടത്തിയത്. അവിടെ ഞാനൊരു സൈമൾട്ടേനിയസ്ലി വിശ്വഭാരതി കോളേജ് 7 മാസം ഞാൻ ക്ലാസ് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുത്തമ്പള്ളി ഇംഗ്ലീഷ് കേരളം ഇംഗ്ലീഷ് ഒരു വാക്കൻസി വന്നത്. അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് ഞാനുള്ള ഒരു കൊല്ലം 1 മാസം 1 ദിവസം അവിടെ വർക്ക് ചെയ്തതിനു ശേഷം എനിക്ക് കേന്ദ്രീയ വിദ്യാലയ സംഘടന സെൻട്രൽ സ്കൂളിൽ ജോലി കിട്ടുന്നു. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കഞ്ചിക്കോട് കേവിന് 2 കൊല്ലം ചെയ്തു. അതിനുശേഷം എനിക്ക് ഊട്ടിയിൽ 8 കൊല്ലം ജോലി ചെയ്തു. അതിനുശേഷം ഡിസ്ട്രിക്ട് ഇന്ത്യയിൽ ഞാൻ 1 വർഷം 2 മാസം ജോലി ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫർ ആണ് മഹാരാഷ്ട്ര നിയർ നാഗ്പൂരിനടുത്ത് വാഡ ഡിസ്ട്രിക്റ്റിൽ 12 വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ കാലിക്കറ്റ് വരുന്നു. അവിടെ 4 വർഷം ജോലി ചെയ്തു. അതിനുശേഷം കണ്ണൂർ ട്രാൻസ്ഫർ ആണ് 5 വർഷം ജോലി ചെയ്തു. ലാസ്റ്റ് ഞാൻ തൃശ്ശൂർ വിദ്യാലയം ലാസ്റ്റ് 23 2023 31 ജൂലൈന് റിട്ടയർഡ് ആവുന്നു. മിസ്സസ് ഒപ്പം ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഒപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ മിസ്സസ് ടീച്ചർ തന്നെയാണ്. പ്രൈവറ്റ് സ്കൂളിൽ മാത്രമല്ല. അത് കഴിഞ്ഞ് 2 കുട്ടികൾ, മൂത്ത മകൾ B.Tech NIT കാലിക്കറ്റ് കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം സിവിൽ സർവീസ് സെക്ഷനാണ് വളരെ റീസെൻ്റ് ഇപ്പം കിട്ടി NIT കാലിക്കറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗായിട്ട് ജോലി ചെയ്തു. പിന്നെ എനിക്കൊരു കാര്യം പരിചയപ്പെടുത്തുന്നതൊക്കെ തന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ വലിയ പ്രസക്തിയൊന്നും ഇല്ല. എനിക്ക് വിഷമുണ്ടായ സംഭവം നമ്മളുടെ ഒരു ടിൻസാണ് വിചാരിച്ചിട്ടുണ്ട്. ടിൻസ് എല്ലാവരും ഏറ്റവും പയ്യനാണ്. കഴിഞ്ഞ കാലത്ത് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നിട്ട് പോലും വിഷയങ്ങൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ടായിട്ട് പോലും ക്ലാസ് കംപ്ലീറ്റ് ആയിരുന്നില്ല. അതുപോലെ തന്നെ എഴുതിയിരുന്നു നമ്മുടെ വീട്ടിൽ അറബി കിട്ടുന്ന സാറ് ജോലി ആവശ്യത്തിന് ഗൾഫിൽ പോയതുകൊണ്ട് പിന്നീടുള്ള ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു. എന്നാൽ മദ്രസയിൽ പോയതുകൊണ്ട് അതിലേക്കും അതിൻ്റെ ബ്രദറിന് നന്നായിട്ട് മാർക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇതുപോലൊരു അനുഭവം. മലയാളം കിട്ടുന്ന സാറ് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഫിസിക്സ് എടുത്തൊരു സാറ് പക്ഷേ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ വേറൊരു ദുഃഖകരമായ സംഭവം, ഇത് എല്ലാവരും ഇല്ല ഇവിടെ. ഹിന്ദി എനിക്ക് ലാംഗ്വേജിൽ വളരെ പ്രിയപ്പെട്ടൊരു വിഷയമായി. അന്ന് ഡിഗ്രി മാത്രമല്ലോ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. 2 സ്റ്റാഫ് സ്റ്റാഫിനൊന്നും വലിപ്പോരാതെ അങ്ങനെ എന്തായാലും ആ തസ്കരൻ നമ്മൾ അത് നമ്മുടെ പരിപാടി അവസാന ഘട്ടത്തിലാണ്. നമ്മളിനി നമുക്ക് വേണ്ടത് ഇതൊരു പ്രതിജ്ഞ വിളിക്കാം. അതുപോലെ തന്നെ ദേശീയഗാനങ്ങളോട് കൊടുത്ത് നമുക്ക് ഞാൻ വാക്ക് പാടാൻ ശ്രമിക്കാം. കത്താനിക്കെന്നാണ് വീട്ടുപേരും. ഞാൻ 10th ഡീനാണ് പഠിക്കുന്നത്. ഡീക്കുന്ന എല്ലാവരും കൂട്ടുകാരാണ്. ഡിവിഷനുകൾക്ക് കാര്യമില്ല, എല്ലാവരും കൂട്ടുകാരാണ്. പലരും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണാത്തതുകൊണ്ട് ഒരു അപരിചിതം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം.
പിന്നെ എനിക്ക് 2 പിള്ളേരാണ്. ഒരാളിപ്പോൾ MBA കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഒരാൾ വിദ്യാർത്ഥിയാണ്. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ 10 ഡിഗ്രിയാണ് പഠിച്ചിരുന്നത്. എൻ്റെ വീട് തമിഴ്നാടാണ്. കൂടുതൽ സമയം കളയുന്നത് അഭിപ്രായം പറയുന്നുണ്ടാകുന്നത് ബാക്കി ചുരുക്കാണ്. കൂടുതൽ നേരത്തെ അവലോകനം പറഞ്ഞുകൊണ്ട് 2 കൊല്ലം എനിക്ക് അധികം പഠിക്കാനൊന്നും താല്പര്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഗൾഫിലേക്ക് പോവുകയാണ് ചെയ്തത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ കല്യാണം കഴിച്ച് ഭാര്യയുണ്ട്. ഞങ്ങൾക്ക് കുട്ടികളില്ല. പിന്നെ ഞങ്ങൾ വ്യത്യസ്തമായ ചില ചാരിറ്റി പ്രവർത്തനത്തിനാണ് 2 പേര് ഏർപ്പെട്ടിട്ടുള്ളത്. പിന്നെ നല്ല അമരച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ പക്ഷിമൃഗാദികൾ വളർത്തുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ 10-100 തത്തകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആനന്ദം കണ്ടെത്തുന്നുണ്ട്. പിന്നെ നായക്കോഴി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ ഒരുവിധം എല്ലാവരെയും മനസ്സിലായി. കുറേ ആൾക്കാരെ അറിയാത്തതുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ കൂടിച്ചേരലിൽ മനസ്സിലായി. സഹോദരിമാരും കുറേയൊക്കെ മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു കൂടിച്ചേരൽ ഉണ്ടാക്കണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ശേഖരത്തിൽ ഒരുപാട് പക്ഷികളുണ്ട്. അത് ശരിക്കും കാണുന്നത് തന്നെയാണ്. ശേഖരമുള്ളവർക്ക് കാണാമല്ലോ. പാട്ട് വളരെ ശ്രമിക്കുകയാണ്. കുട്ടികളുണ്ടാവും. വളരെ നല്ല സാധാരണ നമ്മളൊന്നും ഒരു കാര്യം ഈ പരിപാടി 2 വർഷം മുമ്പ് എല്ലാവരും കൂടെ വന്നിരിക്കുക. ഹലോ നമുക്ക് വെച്ച് ഹലോ ടീച്ചർ 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 രമ്യ ടീച്ചർ രമ്യ ടീച്ചർ വന്നിരിക്കുന്നു. ടീച്ചർ സാറിനെ പരിഗണിക്കലേ എല്ലാവരും വന്നിരിക്കുക. നമ്മളത് അവസാനിപ്പിക്കാൻ പോകണം. അമനോജി എല്ലാവരും വന്നിരിക്കുന്നു. നമ്മൾ ഒരു ഈ പരിപാടി അവസാനം ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ പ്രതിജ്ഞ എല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ഭാര്യ വന്നിട്ടുണ്ട്. എല്ലാവരും വെളിയിൽ നിന്നിട്ട് പ്രതിജ്ഞ ഏറ്റു ചെല്ലുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ ദേശീയഗാനം ആരംഭിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടിയുടെ അവസാനിപ്പിക്കാം. ഈ പരിപാടി കൂടി ഇതോടെ അവസാനിപ്പിക്കാതെ ഇത് തുറന്നു കൊടുക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ നല്ലൊരു സംഗമത്തിന് നമുക്ക് തുറന്നു കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും സജീവമാവുക. എല്ലാവർക്കും ഈ ഞങ്ങളുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചിട്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടു കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.